പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ ഇപ്പോൾ എവിടെയും തരംഗം. അപ്പോഴിതാ KSRTCയും AI-യുടെ സാധ്യതകൾ തേടുകയാണ്. ബസ്സുകളുടെ സമയക്രമം മുതൽ ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം വരെ ഇനി AI സോഫ്റ്റ്വെയറുകളാണ് നിർണ്ണയിക്കുക. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനിലേക്കാണ് KSRTC നീങ്ങുന്നത്. കരകയറുന്ന KSRTC. ന്യൂസ് മലയാളം പരമ്പര തുടരുന്നു. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി KSRTCയുടെ എല്ലാ ഓഫീസുകളും ഓഫീസുകളാക്കി മാറ്റുകയാണിപ്പോൾ. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിൽ ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ഡിപ്പോയാണ് വികാസ് ഭവൻ ഡിപ്പോ. പഴയ കടലാസ് സമ്പ്രദായത്തിൽ നിന്നും ഡിജിറ്റൽ സമ്പ്രദായത്തിലേക്ക് മാറിയപ്പോൾ വികാസ് ഭവൻ ഡിപ്പോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കാം. ചുവപ്പുനാടയുടെ കുരുക്കിൽ ദൈനംദിന കണക്കുകൾ മുതൽ പലതരം പരാതികൾ വരെ കുമിഞ്ഞുകിടന്നിരുന്ന ഓഫീസായിരുന്നു ഇത്. ഇപ്പോൾ സീനാകെ മാറി, എല്ലാം ഡിജിറ്റലായിരിക്കുകയാണ്. വികാസ് ഭവനിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള KSRTC ചീഫ് ഓഫീസിലേക്ക് കത്തയച്ചിരുന്ന കാലം ഇനി പഴങ്കഥ. ഇപ്പോൾ വിരൽ തുമ്പിൽ ഒറ്റ ക്ലിക്കിൽ കാര്യങ്ങളൊക്കെ. ഇന്റർനെറ്റ് യുഗത്തിൽ ഒരുപടി പിന്നിലായിരുന്ന KSRTC അതിവേഗം ബഹുദൂരം പിന്നിടുകയാണ്. കമ്പ്യൂട്ടർ വൽക്കരിച്ചതുകൊണ്ട് ഇപ്പോൾ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുവാൻ സാധിച്ചു. ഈ പറഞ്ഞ പേപ്പർ വർക്ക് നമുക്ക് ഒരുപാട് കുറയ്ക്കുവാൻ സാധിക്കും. ജീവനക്കാരുടെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ വളരെ സ്പീഡിൽ തന്നെ സുഗമമായി നടത്തുവാൻ സാധിക്കും. പൊടിപിടിച്ച ഫയലുകൾക്കിടയിൽ ഗതികെട്ടിരുന്ന അവസ്ഥ മാറിയതിന്റെ സന്തോഷത്തിലാണ് ജീവനക്കാരും. നമുക്ക് പഴയ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ തപാലുകളെല്ലാം പെട്ടിയിലിട്ട് ബസ്സിൽ കൊണ്ടുവന്ന് അത് നമ്മുടെ തപാൽ ക്ലർക്കിന് കൈമാറി അതുവഴിയാണ് സീറ്റുകളിൽ ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ സംവിധാനം വന്നപ്പോഴത്തേക്കും നമുക്ക് അത് വർക്ക് ഒരുപാട് ഈസിയർ ആവുകയാണ്. ഇത് വളരെയധികം നമുക്ക് ഗുണകരമാണ് എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഞാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI KSRTCയിൽ എങ്ങനെ ഉപയോഗിക്കും? ബസ്സുകളുടെ സമയക്രമം, ജീവനക്കാരുടെ ജോലി സമയം, ബസ്സുകളുടെ വരുമാനം എന്ന് തുടങ്ങി ഓരോ KSRTC ബസ്സും എവിടെയെന്ന് ട്രാക്ക് ചെയ്യാനും AI-യിലൂടെ സാധിക്കും. സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണവും ആധുനിക സാങ്കേതിക വിദ്യകളും KSRTCയിലേക്ക് കൊണ്ടുവരുന്നതിൽ മന്ത്രിക്കൊരു തന്ത്രവുമുണ്ട്. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ അതിവിടെ കാണാൻ പറ്റില്ല. എല്ലാ സോഫ്റ്റ്വെയറാണ്, കംപ്ലീറ്റ് ഡിജിറ്റൽ ആണ്. അതുപോലെ നിങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഇനി KSRTCയിൽ ആര് വിചാരിച്ചാലും ഒരു അഴിമതി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഊരാക്കുടുക്കിലേക്ക്, സോഫ്റ്റ്വെയർ ഊരാക്കുടുക്കിലേക്ക്, കമ്പ്യൂട്ടറൈസേഷനിലേക്ക് KSRTC കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ചലോ ആപ്പ്, ട്രാവൽ കാർഡ് തുടങ്ങി 50ഓളം പരിഷ്കാരങ്ങളാണ് KSRTC ചുരുങ്ങിയ കാലത്ത് നടപ്പാക്കിയത്. ബസിന്റെ ലൈവ് ട്രാക്കിങ്ങും സീറ്റുകളുടെ ലൈവ് സ്റ്റാറ്റസും ചലോ ആപ്പിലൂടെ മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് യാത്രക്കാർക്ക് വലിയ സൗകര്യമായി. ബസ് ടിക്കറ്റുകൾക്ക് പകരമായി റീചാർജ് ചെയ്യാവുന്ന ട്രാവൽ കാർഡുകളും സൂപ്പർ ഹിറ്റായി മാറി. ഇതുവരെ വിതരണം ചെയ്തത് 90,000 ചലോ ആപ്പ് കാർഡുകൾ. 5 ലക്ഷം കാർഡുകൾ കൂടി ഉടനെത്തും. പല ബാങ്കുകളിലായി 158 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന KSRTC SBIയുടെ ഒറ്റ അക്കൗണ്ടിലേക്ക് മാറിയത് കണക്കുകൾ സുതാര്യവും സുഗമവുമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ 11.5 കോടിയുടെ നഷ്ടമില്ലാതാക്കാൻ കഴിഞ്ഞത് പുതിയ പരിഷ്കാരങ്ങളിലൂടെയാണെന്നാണ് KSRTC അധികൃതരുടെ ആശ്വാസവാക്ക്. ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.